നമസ്കാരം. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പരസ്യമായി വധഭീഷണി മുഴക്കിയതിന് പിന്നാലെ നിയമപാലകർക്കെതിരെ കടുത്ത കൊട്ടേഷൻ ആരോപണവുമായി ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി വീണ്ടും രംഗത്ത്. തന്നെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും പോലീസ് ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കോതമംഗലം CI നടത്തിയത് പച്ചയായ അധികാര ദുർവിനിയോഗമാണെന്നുമാണ് ആയങ്കിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ആക്ഷേപം. പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് ആരോ കൈക്കൂലി നൽകി ഏൽപ്പിച്ച കൊട്ടേഷൻ പ്രവർത്തനമാണെന്ന് സംശയിക്കുന്നതായും പ്രതി കുറിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് നിവേദനം നൽകുമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുണ്ടായിസത്തിനെതിരെ മന്ത്രാലയം കർശന നടപടിയെടുക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘത്തിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ നാടകങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ആഭ്യന്തരമന്ത്രി ഒരു കാരണവശാലും ഇടപെടില്ലെന്നാണ് മന്ത്രാലയത്തിൽ നിന്നുള്ള വിശ്വസനീയമായ സൂചനകൾ. ക്രിമിനലുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും സർക്കാരിന്റേതെന്നാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്ന സൂചന. അതിനിടെ നിയമ സംവിധാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്ത അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള ശക്തമായ നിയമ നടപടികളിലേക്ക് കോതമംഗലം പോലീസ് കടന്നിരിക്കുകയാണ്. പ്രതിക്ക് കോടതി അനുവദിച്ച ജാമ്യത്തിലെ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായി ബോധ്യപ്പെട്ട കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അർജുൻ ആയങ്കിക്ക് വീണ്ടും ജയിലുകൾക്കുള്ളിലേക്ക് മടങ്ങേണ്ടി വരുമെന്നുറപ്പാണ്. കഴിഞ്ഞ മെയ് 3 കോതമംഗലം പുന്നേക്കാട് കരിയാലപ്പറയിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള 6 അംഗ സംഘത്തെ പോലീസ് അതീവ നാടകീയമായി പിടികൂടിയത്. കണ്ണൂർ അഴീക്കൽ സ്വദേശിയായ അർജുൻ ആയങ്കിയെ കൂടാതെ തിരുവനന്തപുരം സ്വദേശി ആദർശ്, അഴീക്കൽ സ്വദേശി പ്രണവ്, എറണാകുളം പള്ളുരുത്തി സ്വദേശികളായ ധനീഷ്, ടാൻസൺ, ആലപ്പുഴ കഞ്ഞിക്കുഴി സ്വദേശി അരുൺ എന്നിവരാണ് അന്ന് വലയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന 3 ആഡംബര കാറുകളും മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് ഹോം സ്റ്റേയിൽ വെച്ച് പോലീസ് പിടിയിലായവരെല്ലാം സാധാരണക്കാരല്ലെന്നും ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊടും കുറ്റവാളികളാണെന്നുമാണ് പോലീസ് റെക്കോർഡുകൾ വ്യക്തമാക്കുന്നത്. പിടിയിലായവരിൽ ആലപ്പുഴ സ്വദേശിയായ അരുണിന്റെ പേരിൽ മാത്രം നിലവിൽ 13 ക്രിമിനൽ കേസുകളുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ആദർശിന്റെ പേരിൽ 10 കേസുകളും അർജുൻ ആയങ്കിയുടെ പേരിൽ 8 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് പ്രതികളായ പ്രണവിന് 6 കേസുകളും ടാൻസൺ 5 കേസുകളും ധനീഷിന് 2 കേസുകളും നിലവിലുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഇവരെന്നും വൻതോതിലുള്ള ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം ഇവർക്കുണ്ടെന്നുമാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പ്രദേശത്ത് വലിയൊരു കുറ്റകൃത്യം നടത്തുന്നതിനായി താവളമൊരുക്കി ഗൂഢാലോചന നടത്തുന്നതിനിടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത്. തുടർന്ന് സംഘടിത കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇവരെ ജയിലിലടച്ചത്. ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ പുറത്തിറങ്ങിയ ശേഷം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നത് ആ രീതിയിൽ പെരുമാറുന്നതും കടുത്ത ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ജൂൺ 6 കോതമംഗലം CIക്കെതിരെ കടുത്ത ഭാഷയിൽ വധഭീഷണി മുഴക്കിക്കൊണ്ട് അർജുൻ ആയങ്കി ആദ്യമായി ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നത്. കള്ളക്കേസിൽ കുടുക്കി തന്നെ ജയിലിലേക്ക് അയച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഫലം അനുഭവിക്കുമെന്നും ഒരു കാലത്തും വെറുതെ വിടില്ലെന്നും കായികപരമായി തന്നെ നേരിടുമെന്നുമായിരുന്നു ആദ്യ പോസ്റ്റിലെ പരസ്യമായ ഭീഷണി.